ഹലോ, നമസ്കാരം. വണക്കം. നമ്മളെ കണ്ടിട്ട് കുറച്ച് കാലങ്ങളായല്ലേ? ഏകദേശം 3 ആഴ്ചയായെന്നാണ് എന്റെ വിശ്വാസം. കൃത്യമായിട്ടൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. കൃത്യമായിട്ട് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ വീഡിയോസ് ഇടുന്നതെന്ന് പറഞ്ഞാൽ പട്ടി എന്തൊക്കെ പോയതാണ്. വീട്ടുകാർക്കും അറിയത്തില്ല, പട്ടിക്കും അറിയത്തില്ല, കച്ചവടം ചെയ്യുന്നവർക്കും അറിയത്തില്ല എന്തിനാണ് ഇങ്ങനെ ചന്തയിൽ വന്നതെന്ന് പറഞ്ഞ കണക്ക്. നമുക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള റവന്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടൊന്നുമില്ല. കാര്യം യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവര് പരസ്യമുള്ളവരുടെ വീഡിയോസ് ആണ് കൂടുതലും വ്യൂവേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ യൂട്യൂബ് റവന്യൂ കിട്ടുന്നവരെ ഒരു 20 പേരെ എടുത്ത് നോക്കിയിട്ട് ഞാൻ എന്നെ സൈറ്റിലൊക്കെ ഓടി ചോദിക്കുക. പല വെബ്സൈറ്റുകളും, ഒട്ടുമിക്ക വെബ്സൈറ്റുകളും പറയുന്നത് ഒരേ ആൾക്കാരെ തന്നെയാണ്. ആദ്യത്തെ അതുപോലെ തന്നെ 11-12 വർഷമായിട്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു ജോയ്ദീപ് പട്ടാചാര്യയുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി പുള്ളിയാണ് ഒട്ടുമിക്കപ്പോഴും വർക്കുകൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു 10 പേരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ അവരൊക്കെ മാസം ലക്ഷങ്ങളാണ് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യുന്നത്. വർഷം കോടികളോളം വരും. അങ്ങനെയുള്ളൊരു 10 പേരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന കേരളത്തിൽ നിന്നുള്ള 10 യൂട്യൂബേഴ്സിനെ. അപ്പൊ അതിൽ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് കണ്ടുവരുന്നത് എല്ലാ സൈറ്റിലും KL ബ്രോ, ബിജു ഋത്വിക് എന്ന് പറയുന്ന KL ബ്രോ എന്ന് പറയുന്ന ചാനലാണ്. ഇതിന്റെ ജീവിതത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഒരു ഫാമിലിയുടെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ആകർഷകമായ രീതിയിൽ വ്ളോഗുകളും സ്കിറ്റും ഷോർട്സും ഒക്കെ സൃഷ്ടിച്ചാണ്. 405 ദശലക്ഷം ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. ഈ അടുത്തിടെ തന്നെ അദ്ദേഹത്തിന്റെ ചാനലിൽ ഏകദേശം 4 ബില്യൺ വ്യൂസ് ആണ് നേടിയത്. പരസ്യങ്ങളിൽ നിന്ന് മാത്രം ഏകദേശം 5 മില്യൺ മുതൽ 13 മില്യൺ വരെ വരുമാനം ഡോളറിൽ അദ്ദേഹത്തിന് വരുന്നുണ്ട്. നോക്കണം, ഈ വരുമാനം എല്ലാം ഡോളറിലാണ് പറയുന്നത്. മൊത്തം പുള്ളിക്കുള്ളതെന്ന് പറയുന്നത് 56 ദശലക്ഷം വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ പ്രതിമാസം 2.5 ബില്യൺ വ്യൂവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ്, സ്വന്തം വീട്ടിലെ കാര്യങ്ങളും തമാശകളും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ മൊത്തത്തില് ഉള്ള വ്യൂവേഴ്സ് എന്ന് പറയുന്നത് മൊത്തം വ്യൂവിങ് 47 ബില്യനാണ്. പ്രതിമാസം ഏകദേശം പുള്ളി ഒരു 20-നും 25-നും ഇടയ്ക്കാണ് വീഡിയോകൾ ചെയ്യുന്നത്. 2-ാം സ്ഥാനത്ത് വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറയുന്ന ഫിറോസ് ചുട്ടിപ്പാറയുടെ, അദ്ദേഹത്തിന് അറിയാത്ത ആരും ഒരുപാടുപ്പെട്ടവർ കാണത്തില്ല. യൂട്യൂബിൽ നിന്ന് മാത്രം അദ്ദേഹത്തിന് ഉള്ള വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 150,000 തൊട്ട് 500,000 ഡോളർ വരെ മാസം ഇവരുടെ വരുമാനം കിട്ടുന്നുണ്ട്. 500,000 എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. മൊത്തം 8.4 ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പുള്ളിക്ക്. പിന്നെ 26.9, അതായത് 27 ദശലക്ഷം വ്യൂസ് പ്രതിമാസം അദ്ദേഹത്തിന് കാണുന്നുണ്ട് ആൾക്കാർ. പ്രതിമാസം 27 ദശലക്ഷം. 1.6 ബില്യൺ വ്യൂസ് ആണ് മൊത്തത്തിൽ കണ്ടിട്ടുള്ളത്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ കരിക്ക് ചാനലാണ്. 2018 നിഖിൽ പ്രസാദ് സ്ഥാപിച്ച കരിക്ക് എന്ന് പറയുന്ന ഈ വീഡിയോസ് മാരകമായിട്ടാണ് നേടുന്നത്. യൂട്യൂബ് പരസ്യങ്ങളിൽ നിന്ന് മാത്രം അവർ നേടുന്നത് 48,000 തൊട്ട് 141,000 വരെ ഡോളറാണ്. ഏകദേശം മൊത്തം 10 ദശലക്ഷം വരിക്കാരുണ്ട്. ശരാശരി വ്യൂസ് എന്ന് പറയുന്നത് 33 ദശലക്ഷമാണ് ശരാശരി വ്യൂസ്. ടോട്ടൽ വ്യൂസ് 1.8 ബില്യൺ, അതായത് 2 ബില്യൺ ആയി. അപ്പൊ വരുമാനത്തിന്റെ കാര്യത്തിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന അർജു എന്ന് പറയുന്ന ചാനലാണ്. അർജുൻ സുന്ദരേശൻ എന്ന അർജു കേരളത്തിൽ നിന്നുള്ള ഒരു ജനപ്രിയ യൂട്യൂബറായ അദ്ദേഹം COVID-19 സമയത്താണ് ചാനൽ തുടങ്ങിയതും പ്രശസ്തി നേടിയതും ഒക്കെ. അപ്പോ അദ്ദേഹത്തിന്റെയും വരുമാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തലയിറങ്ങുന്ന വരുമാനമാണ്. 4-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. പ്രതിമാസം പരസ്യങ്ങളിൽ നിന്ന് മാത്രം അദ്ദേഹം 1,200,000 ഡോളർ വരെ. മൊത്തം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 3.7 ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പുള്ളിക്ക്. പ്രതിമാസം പുള്ളിയുടെ ചാനല്
വ്യൂസ് നടക്കുന്നത് 239,000 വ്യൂസ് ആണ്. അപ്പൊ ആ രീതിയിൽ തീർച്ചയായിട്ടും വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ടോട്ടൽ വ്യൂസ് 216 ദശലക്ഷം ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പേളിമാണിയെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നടിയും അവതാരകയും ഗായികയും ബൈക്കറും ഒക്കെ ആയിട്ട് മൾട്ടി പെർഫോമൻസ് നടത്തുന്ന പേളി വാർഷിക അറ്റ വരുമാനം $350,000 $7 മില്യൺ ഇടയിലാണ് എന്നാണ് വിശ്വാസം. പ്രതിമാസം അവർ പരസ്യങ്ങളിൽ നിന്ന് മാത്രം ഏകദേശം 61,000 മുതൽ 183,000 വരെ ഡോളർ നേടുന്നുണ്ട് പ്രതിമാസം പരസ്യങ്ങളിൽ നിന്ന്. പിന്നീട് അവരുടെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് 3.5 ദശലക്ഷമാണ്. പ്രതിമാസ വ്യൂസ് പെർ മന്ത് ചാനൽ വ്യൂസ് എന്ന് പറയുന്നത് 37 ദശലക്ഷമാണ്. ടോട്ടൽ വ്യൂസ് ഏകദേശം 1 ബില്യൺ കഴിഞ്ഞിട്ടുണ്ട്. സോ ആറാമത് സഞ്ജു ടെക്കി വ്ളോഗാണ്. നിങ്ങൾക്കറിയാമല്ലോ സഞ്ജു ടെക്കി എന്നറിയപ്പെടുന്ന സഞ്ജുവിന്റെ കാര്യം. 2017 നവംബറിലാണ് സഞ്ജു തന്റെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. കേരളത്തിലെ ആലപ്പുഴയിൽ നിന്നുള്ള ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് സഞ്ജു. അപ്പോ 2024 കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് തന്നെ വരുമാന സ്രോതസ്സുകൾ കണക്കെടുക്കുമ്പോൾ സഞ്ജു ടെക്കിയുടെ മൂല്യം ഏകദേശം $750,000 വരുന്നുണ്ട്. യൂട്യൂബ് ചാനൽ സഞ്ജു ടെക്കി വ്ളോഗ്സ് പരസ്യങ്ങളിൽ നിന്ന് പെർ മന്ത് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 3,000 മുതൽ 10,000 വരെ ഏകദേശ കണക്കാണ്. ഇതെല്ലാം ഏകദേശ കണക്കാണ്, ഡോളറിലുമാണ്. ഏകദേശ കണക്കെന്ന് പറയാൻ പല വെബ്സൈറ്റുകൾ ചെയ്യുന്നതുകൊണ്ടാണ്. ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് 1.5 ദശലക്ഷം ആണ്. അതൊക്കെ കറക്റ്റ് ആയിട്ടായിരിക്കും. എന്നാലും വരുമാനമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഫ്ലോട്ടിങ് ഉണ്ടാകത്തുള്ളൂ. പ്രതിമാസ ചാനൽ വ്യൂസ് 1.7 ദശലക്ഷം കാഴ്ചകളാണ് സഞ്ജു ടെക്കിക്കുള്ളത്. ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് 298 ദശലക്ഷം. ശരി, അടുത്തത് കോട്ടയത്തു നിന്നുള്ള നമ്മുടെ അച്ചായന്റെ മഴവിൽ മനോരമ. കോടികൾ കൊയ്യുന്ന മനോരമയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് മഴവിൽ മനോരമ. ഒരു ജനപ്രിയ ഇന്ത്യൻ ടെലിവിഷൻ ചാനലും കൂടെ ആയിരുന്നു. അപ്പോൾ 2026 ജൂൺ 30 വരെയുള്ള കോർപ്പറേറ്റ് ഫയലിങ്ങുകൾ കാണിക്കുന്നത് മലയാള മനോരമ കമ്പനി ലിമിറ്റഡ് ഏകദേശം 85 കോടിയിലധികം മൂല്യമുള്ള ഒരു സ്റ്റോക്ക് കൈവശം വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 473,000 മുതൽ 1.5 മില്യൺ വരെ $ആണ് പ്രതിമാസം ഉള്ള പരസ്യത്തിൽ നിന്നുള്ള വരുമാനം. മൊത്തം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 19 ദശലക്ഷമാണ്. ശരാശരി പ്രതിമാസ വ്യൂസ് എന്ന് പറയുന്നത് 292 ദശലക്ഷമാണ്. ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് 21 ബില്യൺ വ്യൂസ് ആണ്. നെക്സ്റ്റ് ഫിഷിംഗ് ഫ്രീക്സ് എന്ന ചാനലാണ്. ഫിഷിംഗ് ഫ്രീക്സ് അറിയാമല്ലോ, കേരളത്തിലുടനീളമുള്ള മത്സ്യബന്ധനം പിന്നെ മറ്റ് സാഹസികതകൾ ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജനപ്രിയ യൂട്യൂബ് ചാനലായ ഫിഷിംഗ് ഫ്രീക്സിന്റെ സൃഷ്ടാവ് സെബിൻ സിറിയക് എന്ന വ്യക്തിയാണ്. ആസ്തി 2.5 മില്യൺ $. കവിഞ്ഞേക്കാം എന്നാണ് വിശ്വസിക്കുന്നത്. യൂട്യൂബ് ചാനല് ഫിഷിംഗ് ഫ്രീക്സ് പരസ്യങ്ങളിൽ നിന്നുള്ള പ്രതിമാസ വരുമാനം 18,000 മുതൽ 55,000 വരെ $. ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് 3.6 ദശലക്ഷമാണ്. പ്രതിമാസ ടോട്ടൽ വ്യൂസ് പ്രതിമാസ വ്യൂസ് പെർ മന്ത് വ്യൂസ് 8.9 ദശലക്ഷം. ടോട്ടൽ വ്യൂസ് 881 ദശലക്ഷം. സോ നെക്സ്റ്റ് ജയരാജ് ജി നാഥ് ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത ടെക് യൂട്യൂബറായി മാറിയ കൊല്ലം ചാത്തന്നൂരിൽ നിന്നുള്ള ടെക് ഹൈസ്കൂൾ അധ്യാപകനാണ് ആക്സിഡന്റൽ യൂട്യൂബർ എന്നറിയപ്പെടുന്ന ജയരാജ് ജി നായർ. യൂട്യൂബിൽ ജയരാജിന്റെ വാർഷിക അറ്റ വരുമാനം 811,000-നും 18 മില്യൺ $നും ഇടയിലാണ്. യൂട്യൂബ് ചാനലിന്റെ പേര് ജയരാജ് നാഥ് എന്ന് തന്നെ. പരസ്യങ്ങളിൽ നിന്നുള്ള പ്രതിമാസ വരുമാനം 3,000 മുതൽ 9,000 വരെ $ആണ്. 1.8 ദശലക്ഷം മൊത്തം വരിക്കാരുണ്ട്. പെർ മന്ത് വ്യൂസ് എന്ന് പറയുന്ന 1.7 ദശലക്ഷമാണ്. ടോട്ടൽ വ്യൂസ് ഇതുവരെ 260 ദശലക്ഷം വ്യൂസ്. അപ്പൊ ടോട്ടൽ ടോപ്പ് 10-നകത്ത് 10ാമതായിട്ട് വരുന്നത് സിംപ്ലി മൈ സ്റ്റൈൽ ആണ്. ഉണ്ണിമായയുടെ സിംപ്ലി മൈ സ്റ്റൈൽ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ജനപ്രിയ ബ്യൂട്ടി ബ്ലോഗറാണ് ഉണ്ണി എന്നറിയപ്പെടുന്ന ഉണ്ണിമായ. ഉണ്ണിമായയുടെ ആസ്തി നോക്കുകയാണെങ്കിൽ 157,000-നും 945,000-നും ഇടയിലാണ്. $ലാണ്.
യൂട്യൂബ് പരസ്യങ്ങളിൽ നിന്നുള്ള പ്രതിമാസ വരുമാനം 9,000-നും 27,000-നും ഇടയിലാണ്. അതും US ഡോളറിലാണ്. മൊത്തം വരിക്കാർ ഏകദേശം 2 ദശലക്ഷം. ശരാശരി പ്രതിമാസ വ്യൂസ് 5.8 ദശലക്ഷം. ടോട്ടൽ വ്യൂസ് 421 ദശലക്ഷം. പ്രതിമാസ അപ്ലോഡുകൾ 12-14 വീഡിയോകൾ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ടോപ്പ് 10 എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് കോടികൾ വരുന്ന യൂട്യൂബേഴ്സ്. അപ്പൊ അതുപോലെ ടോപ്പ് 10-ഉം ടോപ്പ് 50-യും ടോപ്പ് 100-ഉം ഒക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. അവിടാണ് 3 മാസം കൂടുമ്പോൾ ഒരു വീഡിയോയുമായിട്ട് നമ്മൾ വന്നിട്ട് വലിയ റവന്യൂ ഒന്നും കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ തന്നെ. അപ്പൊ നിങ്ങളും കൂടെ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീണ്ടും പാട്ട പറയ്ക്കും. വണക്കം. ശരി.